ഒരിക്കൽ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടു. അപ്പോഴാണ് നല്ല വലിപ്പമുള്ള തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടത്. തണ്ണിമത്തൻ കണ്ടപ്പോൾ കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ട്രെയിനിനകത്തിരുന്ന് തന്നെ ആ കച്ചവടക്കാരനെ വിളിച്ച് ഒരു തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞു. അയാൾ പെട്ടെന്ന് തണ്ണിമത്തനുമായിട്ട് വരുമ്പോൾ ട്രെയിൻ പതിയെ നിരങ്ങാൻ തുടങ്ങി. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുകയും എൻ്റെ കയ്യിലേക്ക് ആ തണ്ണിമത്തൻ വെച്ച് തരികയും ചെയ്തു. പിന്നെയാണ് പ്രശ്നം, കമ്പികൾക്കിടയിലൂടെ ഈ തണ്ണിമത്തൻ അകത്ത് കടക്കുന്നില്ല. കണ്ടോ, ആഗ്രഹിച്ചത് കയ്യിലെത്തി, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയല്ലേ പ്രിയരെ? സ്വന്തമാക്കിയിട്ടും അനുഭവിക്കാൻ കഴിയാത്ത, ആസ്വദിക്കാൻ കഴിയാത്ത ദുഃഖകരമായ അവസ്ഥയാണ് പലർക്കും. കയ്യിലെത്തി, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. മക്കളെ നൊന്തുപെറ്റ അമ്മമാർ, പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ അച്ഛന്മാർ, പക്ഷെ അവർക്കാർക്കും അനുഭവിക്കാൻ യോഗമില്ല. പല മാതാപിതാക്കളും അതുകൊണ്ട് വൃദ്ധസദനത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം എൻ്റെ പ്രിയരെ, കിട്ടിയതുകൊണ്ട് കാര്യമില്ല. കിട്ടിയത് അനുഭവിക്കാനുള്ള ദൈവകൃപയും കൂടെ നമുക്ക് വേണം. ശരിയല്ലേ?